ഹലോ, ഹെൽപ്പ് മീ ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഇടിച്ചമ്മന്തി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ചില നാട്ടിൽ ചമ്മന്തിപ്പൊടി എന്ന് പറയും. അതിന്റെ മിക്സ് ആണ് റെഡിയാക്കി ഇത്തിരി തണുക്കാനായിട്ട് ഒന്ന് നിരത്തി വെക്കുവാണേ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ ഭയങ്കര ഇൻട്രോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോ ഞാൻ ഇടുന്ന ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം, അതുമല്ലെങ്കിൽ തമ്മിൽ കാണുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും നാളെ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. സംതിങ് സ്പെഷ്യൽ ആണ് നമ്മുടെ വീഡിയോ. അപ്പോൾ അവിടെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി മാറ്റി വെച്ചിരുന്നു. അന്നേരമാണ് ഇന്ന് രാവിലെ അർജന്റ് ആയിട്ട് ഒരു ഓർഡർ വന്നത്. 4 കിലോ ചമ്മന്തിപ്പൊടി വേണമെന്ന് പറഞ്ഞിട്ട്. അത് മാറ്റി വെക്കാനും പറ്റില്ല, അവർക്ക് 2 ദിവസത്തിനകം കിട്ടുകയും വേണം. അപ്പൊ ഞാൻ പറഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്യ്, അത്രേ ഉള്ളായിരുന്നു എന്റെ കയ്യില്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, അതെങ്കിൽ കൊറിയർ ചെയ്യുക, കാരണം അത്യാവശ്യം ഉള്ളപ്പോഴാണല്ലോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ നാളെ പോകാനായിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്തോളാം. അങ്ങനെ ചമ്മന്തിപ്പൊടിയുടെ മിക്സ് എല്ലാം തയ്യാറാക്കി. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാല് ഇതൊരു വീഡിയോ ആക്കണോന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. അപ്പൊ ഒരു 5-6 ദിവസം മുമ്പേ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ബെൻസി, ഞാൻ സൂസൻ അമേരിക്കയിൽ നിന്നാണ്. ബെൻസിയുടെ സബ്സ്ക്രൈബർ ആണ്. ബെൻസിയുടെ കയ്യിൽ നിന്ന് ഞാൻ അച്ചാറൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചിട്ട് ഇത് കൊല്ലം ജില്ലയിലാണ്, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്, ഇതേക്കുറിച്ച് എനിക്ക് ഒട്ടും അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, സോറി അത് കൊല്ലം ജില്ലയല്ല, ആലപ്പുഴ ജില്ലയാണ്. ഇങ്ങനൊരു സ്ഥാപനമുണ്ട്. അപ്പം ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ അവിടെ പ്രായമായ അമ്മമാരുടെ ഒരു ഓൾഡ് ഏജ് ഹോം ആണത്. അപ്പൊ അവിടേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ബെൻസിക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൊറിയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെ സാധനങ്ങളാണ്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, കാരണം നമുക്ക് വെയിറ്റ് അറിഞ്ഞ ശേഷമേ കൊറിയർ ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അവസാനം അവിടെയുള്ള ആളുമായിട്ടും സംസാരിച്ചു, ഒരു ധാരണയിലെത്തി. അതിന് പ്രകാരം നാളെ ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വകയായിട്ടും എന്തെങ്കിലും കൂട്ടത്തിൽ വെക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനും അറേഞ്ച് ചെയ്തു. അങ്ങനെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാന് ഇതേക്കുറിച്ച് പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുക്കണമെന്നും ആഗ്രഹിക്കുന്നു, പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ തിരക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളടുത്ത് കൊറിയർ ചെയ്യാനാണേ പറഞ്ഞത്. നിങ്ങൾക്കും അറിയാമല്ലോ ഞങ്ങൾ എത്രത്തോളം തിരക്കിലാണെന്ന്. അപ്പം എല്ലാം കൂടെ നോക്കിയപ്പോ ഏകദേശം ഒരു 87, 88, 89 അങ്ങനെ അടുപ്പിച്ച് വെയിറ്റ് വരുന്നുണ്ട്. അപ്പം ജോസൻ പറഞ്ഞു കൊറിയർ ചെയ്യാനാണെങ്കിൽ ചെയ്യാം, പല ബോക്സ് ആക്കി അങ്ങ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു അല്ല ജോസ, എനിക്കൊന്ന് പോയി കാണണമെന്നൊരാഗ്രഹമുണ്ട്. നമുക്ക് പോവാനാണെങ്കിലും ദൈവകൃപയാൽ ഇപ്പൊ ഒരു വാഹനമുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് പോയിട്ട് വരാം. പിന്നെ എന്നെ ഇത് ഏൽപ്പിച്ച ആള്, എന്റെ അടുത്ത് ഇത് പറഞ്ഞ ആള് പറഞ്ഞ ഒരു വാചകവും ഉണ്ട്. അത് ആ വ്യക്തി മാത്രമല്ല കേട്ടോ, എന്റെ ഇത് സാധനം മേടിക്കുന്ന പലരും എന്റെ അടുത്ത് പറയുന്നതാണ്. സാധനം മേടിക്കുന്നവർ പറയുന്നതാണ്, ബെൻസി ഈ സാധനം ഇവിടെ അടുത്ത് ഞാൻ തന്നെ ഞങ്ങൾക്ക് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് കിട്ടും. ബെൻസിയിലുള്ള ഒറ്റ വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ മേടിക്കുന്നതെന്ന് സാധനം മേടിക്കുന്നവർ പറയാറുണ്ട്. അപ്പൊ ഈ വ്യക്തിയും എന്റെ അടുത്ത് പറഞ്ഞത്, ഞാനിത് ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം, എങ്ങനെ ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ബെൻസിയാണ്. വിശ്വസ്തതയുള്ള ഒരാളായിട്ട് തോന്നി. അപ്പൊ പിന്നെ വേറെ ആരെയും ഇതിനു വേണ്ടി ഏർപ്പെടുത്തണ്ടല്ലോ, ആ ഒരു ഇതിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയുണ്ട് കേട്ടോ. കാരണം ഇത്രയൊക്കെ നിങ്ങൾ എന്നെ വിശ്വസ്തയാണെന്നൊക്കെ പറയുമ്പോഴേ ഒരു നിസ്സാര ഒരു മിസ്റ്റേക്ക് മതി എന്നിൽ നിന്നും ആ ഒരു വാക്കങ്ങ് പോയി കിട്ടാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് സാധനങ്ങൾ തരുമ്പോഴായാലും എത്രയും നല്ല രീതിയിൽ ചെയ്യാമോ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നത്. കാരണം പേരുദോഷം കേൾക്കാൻ ഒരു സെക്കൻഡ് മതി, പക്ഷെ നല്ലതെന്ന് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്നും സൂസൻ എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഇത് എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തതും. അപ്പോ അതിനുശേഷം ഞാൻ ഇതുപോലെ വീഡിയോയിൽ ഇത് പറയൂ എന്ന് പറഞ്ഞപ്പോ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാനിത് പറയാൻ കാര്യം, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാൻ, ഞാൻ ഈ കാണിക്കുന്ന സ്ഥാപനം മാത്രം ആകണമെന്നില്ല. ഇത് നിങ്ങളുടെ പരിസരത്ത് ആരെങ്കിലും സഹായം എന്താണ്, ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിവാഹം കഴിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത അനേകം പേര് നമുക്ക് ചുറ്റും ഉണ്ടെന്നേ. ഞാനിപ്പോ എന്നാൽ കഴിയുന്ന രീതിയിൽ പലതും ചെയ്യാറുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ പറയാറില്ല, അതിന്റെ ആവശ്യമില്ല. എന്ന് വെച്ച് 10,000, 50,000, ലക്ഷങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. എന്നാൽ കഴിയുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു 1000 രൂപയായിരിക്കാം, അത് അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളുടെ വാല്യൂ ആയിരിക്കാം. അപ്പൊ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ പരിസരത്ത് തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതല്ല ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, ഇനി അതല്ല ഞാൻ ഈ കാണിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ പോവാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ജോസാൻ. ഇതിനിടയ്ക്ക് ഞങ്ങള്
ഒരടി ഉണ്ടായി കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഓണ സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ കടയിലുള്ള സാധനങ്ങളുടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ധാരാളം ഓർഡറുകൾ വന്നിരുന്നു. കുറേ ദിവസമായിട്ട് ചോദിച്ചാൻ പറയുന്നുണ്ട് ക്രിസ്മസ് ഒക്കെയാണ് ഒരു വീഡിയോ ചെയ്യാൻ. കാരണം പലരും ഓർത്തിരിക്കണമെന്നില്ലല്ലോ. നമ്മളിപ്പം വീഡിയോ ഇട്ട് ലൈവ് ആയിട്ടിരിക്കുമ്പോഴാണ് പലരും നമ്മളെ ഓർക്കുന്നതും ആളുകളിലേക്ക് വീഡിയോ ചെല്ലുന്നതും. അപ്പൊ ചോദിച്ചാൻ പറഞ്ഞ് ക്രിസ്മസ് ഒക്കെയാണ്, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ പല സാധനങ്ങളും വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടെങ്കിലല്ലേ അറിയത്തുള്ളൂ. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പില് ലിസ്റ്റ് ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ എന്റെ കയ്യിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തരാം കേട്ടോ. പറ്റുമെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിനകം ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണെന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത്. എന്നാൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങി ഇപ്പൊ 2 വർഷമായി. നമ്മൾ അച്ചാർ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സ്ഥിരം എന്റെ കയ്യിൽ നിന്ന് മാത്രം മേടിക്കുന്നവരുണ്ട് കേട്ടോ. വിദേശത്താണെങ്കിൽ ലീവിന് വരുമ്പോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും പോകുമ്പോ ഒക്കെ എന്റെ കയ്യിൽ നിന്ന് മാത്രം മേടിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക്. മുളക് പൊടി ഇത് ഏതാ? ആ കവറിന്റെ മേളിൽ എഴുതിയായിരുന്നോ? ഇനി മറ്റേ ഉണ്ട്, പിരിയനുണ്ട് 3 കിലോ. എണ്ണ എത്ര? 10 കുപ്പി. ഇരിക്കും. ഒന്ന് 2 ഇനി എന്ത് ചമ്മന്തിപ്പൊടി ഉണ്ടോ? ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പണ്ട് എന്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഞാനിത് ജോസാൻ ഇപ്പൊ പറഞ്ഞ കണക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ പച്ചക്ക് വെറുതെ ചവച്ച് കഴിക്കാറുണ്ടായിരുന്നു, വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ജോസാൻ പറഞ്ഞു ഇത് പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ്. ആദ്യം ഞാൻ കളിയാക്കി, അയ്യേ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമോന്ന്. ഇന്ന് കൊറിയർ അയച്ചിട്ട് വന്ന വഴി റോഡിൽ ജോസാൻ പറയുന്ന കൊണ്ട് ഇറക്കിയതേ ഉള്ളൂ, അന്നേരം തന്നെ സാധനം തീർന്നു. അങ്ങനെ മേടിച്ചതാണ്. അപ്പൊ അതിന്റെ മുകൾ ഭാഗത്തെ പോള കളഞ്ഞ് നന്നായിട്ട് കഴുകി അതുപോലെ ഇട്ട് കുക്കറിലിട്ട് ഇത്തിരി വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങിയെടുക്കണം. നമ്മൾ കപ്പ പുഴുങ്ങിയത് മുളകൊക്കെ ഉടച്ച് കഴിക്കത്തില്ലേ, അതുപോലെ കഴിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോൾ ഈ കനമില്ലാത്തത് നോക്കിയെടുക്കല്, ഇത്തിരി കനമുള്ളത് നോക്കിയെടുക്കണം. അതിനാണ് ടേസ്റ്റ്. കനമില്ലാത്തത് മുറ്റിയിട്ടില്ല, അത് ചവറ് പോലിരിക്കും. അപ്പോൾ ആദ്യമായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൂവപ്പൊടി നമ്മൾ കൊടുക്കുന്നുണ്ട്, കൂവയുടെ പൊടി കുറുക്കി കഴിക്കാറുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ലൊക്കേഷൻ നോക്കി പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് എനിക്കത്. ബോംബെയിലായിരുന്നപ്പോഴും അത് തന്നെ, ഇപ്പോഴും അത് തന്നെ. എവിടെ പോയാലും മാപ്പ് നോക്കി കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കണം. അതിനും വണ്ടിയിലിരുന്ന് ഒരു അടിയുണ്ടായി. ജോസാൻ ആദ്യം പറഞ്ഞ അവരെ വിളിച്ച് വഴിയൊന്ന് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു ജോസ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്, അത് നോക്കി അങ്ങ് പോയാൽ പോരെ. ജോസാന് ലൊക്കേഷനെ ഒട്ടും വിശ്വാസമില്ല. കാരണം ശരിയാണ്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുകളം വെച്ച് ചതിച്ചു എന്ന്, ലൊക്കേഷൻ തെറ്റിച്ച് കാണിച്ചെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കങ്ങ് പോവാം. നമ്മളിപ്പോ ഇവിടെ വരാനാണെങ്കിലും നമ്മൾ ലൊക്കേഷനിലല്ലേ അല്ലേ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നേ. എല്ലാരും നമ്മുടെ മുറ്റത്ത് തന്നെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കൽ എന്റെ ജോലിയാണ്. അത് ഞാൻ ചിലപ്പോൾ ഇടത്തോട്ടം എന്ന് പറയുമ്പോൾ ജോസൻ ചോദിക്കും വലത്തോട്ടോ, വലത്തോട്ടം എന്ന് പറയുമ്പോൾ ജോസൻ ചോദിക്കും ഇടത്തോട്ടോ. അങ്ങനെ അടി ഉണ്ടാവാറുണ്ട് വണ്ടിയിലിരുന്ന്. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തിരിച്ചു. ആലപ്പുഴ ജില്ലയിൽ വള്ളിക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് യാത്ര. നമ്മളൊന്ന് കുമ്പനാട് കൺവെൻഷന് പോയിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് യാത്ര. എങ്കിലും സന്തോഷത്തോടാണ് പോയത് കേട്ടോ. കാരണം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് തിരക്കും നല്ല രീതിയിൽ വലിയ തിരക്കില്ലായിരുന്നു. മറ്റേ ഹൈവേയിലായിരുന്നെങ്കിൽ ഒരുപാട് മേടിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട്. വഴി നീള കച്ചവടവും. അതാ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കിലാണോ? ആന്നില്ല, സാധനം ഇരിക്കുന്നതിന്റെ വഴി നോക്കിക്കോണേ. അവര് സംസാരിക്കുന്നില്ല, എന്താന്നറിയത്തില്ല. ഹോളിയൊക്കെ ഉണ്ട്.
അത് നിന്റെ മൊബൈലിൽ അങ്ങ് ഇടണം. സംസാരം കേൾക്കാം. ഇവിടുന്ന് വലത്തല്ലേ? ആ വലത്. 2 വലത്തുണ്ട് വഞ്ചി. അതെനിക്കറിയില്ല. ഇനി എത്ര കാണിക്കുന്നേ? ശാസ്താംകോട്ടയുടെ റോഡായത്. 3.5 കിലോമീറ്റർ നേരെ ചക്കുവള്ളി ജംഗ്ഷൻ. ചക്കുള്ളി ജംഗ്ഷനും. ഇത് ശാസ്താംകോട്ട റോഡല്ല കേട്ടോ, ഇത് വേറെ റോഡിലോട്ട് തിരിഞ്ഞു. സൂര്യനാട്, തൊടിയൂർ, പതാരം, കരുനാഗപ്പള്ളി, പതാരം, താമരക്കുളം. പള്ളിച്ചന്ത. നമ്മൾ മാത്രമേ ഉള്ളൂ, പുറകിലും ഒന്നും വണ്ടിയില്ല. അതിലെ നേരെ പോയ അങ്ങ് അടവ് ചെല്ലുക. ഇടത്തോട്ട് തിരിഞ്ഞ സ്ഥാനത്ത് വലത്തോട്ട്. വഴി കൂടെ നോക്കിക്കോണേ. വായനശാല ജംഗ്ഷൻ. മീറ്റർ ഇടതേ. In 300 meters, turn left onto Vavagavu, Pavamba, Anaidi. Take the next left onto ഇവിടുന്ന് Vavagavu, ഇടത്തോട്ടോ? Pavamba, Anaidi, then turn right onto Manapalli, Kambiseri Road. ഇടത്തല്ലേ? ഇവിടുന്ന് Turn right onto Manapalli, വലത് Kambiseri ഇങ്ങോട്ട്. Road. Continue on ഇനി Manapalli, 2 കിലോമീറ്റർ Kambiseri Road നേരെ. for 2 kilometers. ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ കൂട്ട് കുറെ വയലും. ഇവർക്ക് ഇത് നിത്യാഭ്യാസമാണ്. നമ്മൾ വരുമ്പോഴേ ഇത് നമ്മുടെ അവിടെ വരുമ്പോഴും ഇതേപോലെ ആളുകൾക്ക്. എത്താറായി വരുന്നു. ഇനി 800 മീറ്റർ വലതേ. വീട്ടിലെ ഊണ്. Turn 80-70 right. വലതേ. ഇത് വലത്താന്നോ? ആ In 200 meters, turn left. ഇനി 240 ഇടതേ. Take the next left, then you will arrive at your destination. ഇവിടുന്ന് ഇതില് ഇവിടുന്ന് ഇതാ ഡെസ്റ്റിനേഷൻ. ഇവിടെ ഇടത്തോട്ട് വീടായിരിക്കും, ആ സ്ഥാപനമായിരിക്കും. 120 മീറ്റർ. പോസ്റ്റ് എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. 90 വേണ്ട മാത്രം ചോദ്യം. ഇവിടോട്ട് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടാ? അതാണ്ട് ആ പോസ്റ്റയിൽ എഴുതിയേക്കുന്നു. ഇതുകൊണ്ട് You have arrived. ഒരു ബൈക്ക് പറഞ്ഞു വെച്ച് പോയി. ഇത് 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രം സന്ദർശന സമയം. ഈ ആക്റ്റീവ് ഇരിക്കുന്നോണ്ട് പോവോ? അപ്പൊ രാവിലെ ഒരു 9:30 കഴിഞ്ഞപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കറക്റ്റ് 11 മണിയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോ. എനിക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ശരിക്കും പക്ഷികളും ചെടികളും പച്ചപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു
മൈൻഡ് റിലാക്സ്ഡ് ആവുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. ഞാൻ അവിടെ പറയുകയും ചെയ്തു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ അത് വർഷങ്ങളോളം എടുത്തു അവരതങ്ങനെ റെഡിയാക്കി എടുക്കാനെന്നാ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ദിവസങ്ങൾ എടുത്തു കാണുമെന്ന്. അപ്പോ ഞങ്ങള് രണ്ടു കൂട്ടരൂടെ ചേർന്ന് കൊണ്ടുപോയ സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലേ ഇതുവരെ. അരി, വൻപയറ്, കടല, ഉഴുന്ന്, പരിപ്പ്, ചെറുപയറ്, പഞ്ചസാര, തേയില, വെളിച്ചെണ്ണ, കായം, പച്ചരി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ പാം ഓയില്. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പാം ഓയിൽ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടി, സാമ്പാർ പൊടി, ഇങ്ങനെ കുറെ എല്ലാ ഐറ്റംസും കൊണ്ടുപോയിരുന്നു. നമ്മളിത് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, അയ്യോ 80 കിലോ, 85 കിലോ, 90 കിലോ എന്നൊക്കെ പറയുമെങ്കിലും ഏകദേശം 35 37 അമ്മമാർ, 35ആണെന്ന് തോന്നുന്നു പറഞ്ഞത് കേട്ടോ. അപ്പൊ അത്രയും അമ്മമാര് അവിടെ ഉണ്ട്. ഇവർക്കെല്ലാം കൂടെ നോക്കുമ്പോൾ നല്ല ഒരു ചെലവാവും ഒരു ദിവസത്തേക്കെന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സപ്പോർട്ടൊന്നും പുറത്തുനിന്നൊന്നും ഇല്ല. പിന്നെ പട്ടിണി ഇല്ലാതെ ഓരോ ദിവസവും അമ്മമാരെയും കൊണ്ട് മുമ്പോട്ട് പോകുന്നു. 8 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പോൾ ആരും ഇല്ലാത്ത അമ്മമാരെയാണ് അവർ കൂടുതലും സ്വീകരിക്കുന്നത്. ഒന്നും ഇല്ലാത്ത, ആരോരും ഇല്ലാത്ത അമ്മമാരെയാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. വിവാഹം കഴിക്കാത്ത അമ്മമാരുണ്ട്, മക്കളില്ലാത്ത അമ്മമാരുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാരെയും ഒന്നും അങ്ങോട്ട് ഞങ്ങൾക്ക് ആരെയും നമ്മൾ പുറത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ കാണാനായിട്ട് അമ്മമാരെ വിളിച്ചിരുത്തുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ എല്ലാരെയും ഒന്നും വിളിച്ചിരുത്തിയിട്ടില്ല. കാരണം തീരെ നടക്കാൻ പറ്റാത്തവരുണ്ട്, മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ കിടക്കയിലുള്ളവരുണ്ട്, വീൽ ചെയറിലുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ ഒന്നും വരുത്തിയിട്ടില്ല. അല്ലാതെ കുറച്ചെങ്കിലും ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ളവരെയാണ് വിളിച്ചവിടെ ഇരുത്തിയത് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മാതൃജ്യോതി മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടവർക്ക്. ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് അവർ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അവിടുത്തെ അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്ത് അറിയാം. നിങ്ങളിൽ ആർക്കെങ്കിലും സഹായിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫോൺ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാൾക്കെങ്കിലും ആരെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ മറ്റൊരു പർപ്പസും ഇല്ല. ഇതെല്ലാം ഈ അടുത്ത ഏരിയയിലൊക്കെ ഉള്ള, അത് ദൂരം ഉള്ളവരുണ്ടോ? നമ്മളതിനുള്ള സൗകര്യമല്ലേ തരുന്നേ. ഞാനത് ചോദിച്ച് പറയുന്നതിനേക്കാളും നല്ലത് എനിക്കെല്ലാം. അപ്പൊ ഞങ്ങള് വരുന്നത് കൊട്ടാരക്കരയെന്ന് അറിയാമോ സ്ഥലം? ഞാനൊരു വീഡിയോ എടുത്തോട്ടെ. അപ്പൊ ഞങ്ങള് കൊട്ടാരക്കരയെന്നാ വരുന്നത് കേട്ടോ. കൊട്ടാരക്കര എവിടാ? ആ, കലയപുരം. അപ്പൊ കൊല്ലം ജില്ലയിലുള്ള വേറെ ആരൊക്കെയുണ്ട്? ആരും ഇല്ലെന്ന് തോന്നുന്നു. കൊല്ലം ജില്ലയിലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. 10 പേര് കൊല്ലം ജില്ലക്കാരുണ്ട് ഇവിടെ. ആ, ബാക്കിയെല്ലാം ഇവിടെ ആലപ്പുഴ ജില്ലയിലുണ്ട്, പത്തനംതിട്ട ജില്ലയിലുള്ളവരുണ്ട്, ട്രിവാൻഡ്രത്തുകാർ ഇപ്പം ഇല്ല, പല സ്ഥലത്തിലുള്ളവരാണ്. എന്ത് സമയത്തിന് ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ? അതറിഞ്ഞാ മതി. വസ്ത്രം ഉണ്ടല്ലോ, പാർപ്പിടവും ഉണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയിക്കാറില്ല. ഒരാഹാരം ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്, അവർക്ക് ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷെ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പലരെ അറിയിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ സാധനമായിട്ട് ഇവിടെ എത്തിയത് അല്ലേ? അമ്മമാരും നമ്മളത് അറിയിക്കാതിരിക്കുകയാണ്. നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അയ്യോ, അതാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള അമ്മ. അതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ 2-3 പേർക്ക് മരുന്നിൻ്റെ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ഡോക്ടർ എഴുതി തരുന്ന സീറ്റുകൾ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ്. നമുക്ക് മരുന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില അസുഖങ്ങൾക്കുള്ള മരുന്ന് കിട്ടില്ല, സർക്കാരിലില്ല. ചിലപ്പോൾ അത് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറയാം. മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പം അവിടെ ഒരു പ്രത്യേക ഡേറ്റിൽ ഈ മരുന്നുകൾ കാണത്തുള്ളൂ. നമ്മൾ ചിലപ്പോഴത്തേക്ക് ചിലപ്പോൾ തീർന്നു പോകും, ചിലപ്പം ഷോർട്ടേജ് ആയിരിക്കും, അവിടെയും ഷോർട്ടേജ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ അമ്മമാർക്ക് മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നല്ല വിലയുള്ള മരുന്നുകളുമാണ്.
ഒരു 10,000-16,000 രൂപ ഒരു മാസം മരുന്നിന് പലർക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കാവും. ഇതിനകത്ത് പെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 5-6 അമ്മമാരുണ്ട് പെൻഷനുള്ളത്. അതായത് എല്ലാ മാസവും നമ്മൾ ആ പെൻഷൻ എടുത്തവർക്ക് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പല ആവശ്യങ്ങൾ വേറെ കാണും. ചിലപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടത്തില്ല. അവർക്ക് ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ബുദ്ധിമുട്ടുകൾ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എന്നെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പറയും, ഞാൻ ഓർത്തിരിക്കും, ചിലത് മറന്നുപോകും. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. അതിൽ 100-ൽ ഒരു 75% ശരിയാണ്. 25% അവർ പറയുന്നതിൽ ഞങ്ങളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും. ബുദ്ധിമുട്ടുകൾ കാണും അവർക്ക്. ഞങ്ങൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എനിക്ക് തന്നെ അറിയാം. എല്ലാവരും കൂടെ കിടക്കുന്ന ഒരു ഡോർമെൻ്ററി ഹാളിലാണ്. ഇത്രയും പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ചിലർ നല്ല വൃത്തിയുള്ളവർ കാണും, ചിലർ ഒട്ടും വൃത്തിയില്ലാത്തവരുമാണ്, ചിലർ യൂറിൻ മോഷൻ പോകുന്നവരുമാണ്. അപ്പോൾ ഈ വൃത്തിയായിട്ട് കിടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. എനിക്ക് വേറെ സംവിധാനമില്ല. ഞാനൊരു ഓഫീസ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വന്ന് അമ്മമാർക്ക് വേണ്ടി ഈ സംവിധാനം ചെയ്ത് തന്നെ ഒരു 2 ഓണം കഴിഞ്ഞതിന് ശേഷം 2 മാസമാകുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഇത്രയും സ്ഥലം ഞങ്ങളുടെയൊക്കെ കുടുംബ ഷെയറുകളൊക്കെ വിറ്റ് ഞങ്ങൾ ഇതൊക്കെ ആക്കി ഒരാളൊരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നായിരുന്നു. ബാക്കി ഒരു 10-50 ലക്ഷം രൂപ ഞങ്ങൾ വസ്തുവിന് തന്നെ ചിലവാക്കി. ഇനി ഈ കാണുന്ന കെട്ടിടം നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും ഒക്കെ സഹായിച്ചതാണ്. പക്ഷേ ഇത്രയൊക്കെ ആക്കിയെങ്കിലും അവർക്ക് ഇനിയൊരു ഈ പറഞ്ഞ രീതിയിലുള്ള ഈ വയ്യാതെ കിടക്കുന്നവരെ ഒന്ന് മാറ്റിക്കിടക്കാൻ നമുക്കൊരു സംവിധാനം വേണം. എല്ലാ മാസവും കൃത്യമായിട്ട് കുറച്ച് മരുന്ന് മേടിച്ചു തരാൻ ആരെങ്കിലും. മരുന്ന് എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് കിട്ടുവാന്നല്ലേ ഉള്ളൂ. ഈ മാസം മാഡം മേടിച്ചു തന്നു, അടുത്ത മാസം എനിക്ക് കിട്ടത്തില്ല. വേറെ ആരെങ്കിലും ദൈവം കൊണ്ടുവരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് ഒരു മാസത്തേക്കുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ദൈവമേ ഇന്നെങ്ങനെ പോകും എന്നൊരു പ്രശ്നമാണ്. ഒരു മാസത്തേക്കുള്ള ഒരു സാധനമെങ്കിലും നമ്മുടെ ഒരു 10 ദിവസത്തേക്കെങ്കിലും ഉള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലുള്ള ഒരു സമാധാനമുള്ളൂ. അമ്മമാർക്ക് മരുന്നാവട്ടെ, സോപ്പാവട്ടെ, എണ്ണയാവട്ടെ, ഇതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കണം. അപ്പോൾ നേരം കൊണ്ടുവന്ന് സോപ്പ്, വെളിച്ചെണ്ണ, പലചരക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. പക്ഷേ അമ്മമാർക്ക് സോപ്പ് വേണം. ഞാൻ കൊണ്ടുവന്നില്ലെന്ന് പറയുന്നത്. അപ്പോൾ അമ്മമാർക്ക് സോപ്പ് വേണം, എണ്ണ വേണം, പേസ്റ്റ് വേണം. സ്ത്രീകളാണ് ഇവിടെ കൂടുതലും. ഇപ്പം ഇതിലുള്ള പല അമ്മമാർക്കും എന്നോട് ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല. അവർ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾക്ക് സ്ത്രീകളല്ല, അറിയാമല്ലോ. അപ്പോൾ അതിൽ പലർക്കും പല സൈസുകളുണ്ട്. എന്നോട് ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? വൈഫിനോട് പറയും. ചിലപ്പോൾ ഞങ്ങൾക്ക് പറയുന്ന സമയത്ത് മേടിച്ചു കൊടുക്കാൻ കാശ് കാണത്തില്ല. അവർക്കത് അറിയത്തില്ല. അപ്പോൾ അമ്മമാരും ഞങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പറഞ്ഞു എനിക്ക് മേടിച്ച് തന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ അവരെ അടുത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ അങ്ങ് പോകുന്നു. ഇത്രയൊക്കെ ആക്കി ദൈവം നിങ്ങളെപ്പോലൊക്കെ ഉള്ളവരുള്ളത് കൊണ്ട് അവർക്ക് ആഹാരത്തിന് മരുന്നിന് ഇതുവരെ ഒന്നും മുട്ടില്ലാണ്ട് പോകുന്നു. പിന്നെ ഒന്നും നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഒരു 10 ദിവസത്തേക്ക് പോലും സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് ഒരാവശ്യം പറയുമ്പോൾ ഓടിക്കൊണ്ടാണ്. ഇപ്പോൾ ഒന്നും വേണ്ട. ഈ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാതെ വന്നാൽ ഇദ്ദേഹത്തിൻ്റെയോ കൊച്ചിൻ്റെയോ സ്വർണ്ണങ്ങൾ പണയം വെക്കാതെ ഞങ്ങൾക്ക് പോയി ഹോസ്പിറ്റലിൽ പോകാൻ പോലും പറ്റില്ല. മാതൃജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റിന് അക്കൗണ്ട് എടുത്തത് ഇപ്പോഴാണ്, ഈ അടുത്ത സമയത്താണ്. ഈ ഇപ്പോൾ വീഡിയോ കാണുന്നില്ല. ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് നട ഇട്ടാലും കാണുന്നവർക്കറിയാം അതിനകത്ത് ഇത്രയ്ക്ക് വന്ന് കാണത്തുള്ളൂ. ഒരു 10,000-30,000 രൂപയായിരിക്കും അതിനകത്ത് നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്രയെങ്കിലും ബാങ്കിലും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രസ്റ്റ് അക്കൗണ്ടല്ല. ഒത്തിരി ബുദ്ധിമുട്ടുള്ളത്. നമ്മളിത് പുറത്തിങ്ങനെ വരുന്നവരുടെ അടുത്ത് പറയും. എല്ലാവരും സഹായിക്കണമെന്നില്ല, ചിലർ സഹായിക്കും. അമ്മമാരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? രാവിലെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? എന്തോ 10 മണിക്ക് മുമ്പ് ആഹാരം. ഇനി ഉച്ചക്കത്തേക്ക് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എല്ലാവരെയും. പലരും ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം. കൂട്ടത്തിൽ ഞങ്ങളും വന്നു, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അതിനകത്താണ് അവരുടെ താമസം. അവരുടെ താമസം അതിനകത്താണ്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാതെ 1-2 അമ്മമാരിരിക്കുന്നു പറഞ്ഞു ഇരുന്ന് വെള്ളം വെക്കുന്നുണ്ട്. അവരെ നമുക്ക് കൊണ്ടുവന്ന് ഇരുത്തിയാൽ അവരവിടെ ഇരുന്നുകൊണ്ട് വെള്ളം വെച്ചോണ്ടിരിക്കുക. അവർക്ക് ചില മാനസിക പ്രശ്നങ്ങൾ കാണും. അപ്പൊ അവര് ഇതിനകത്ത് പൂട്ടിയൊന്നും വെച്ചേക്കുമല്ല കേട്ടോ. എന്തായാലും ചിലപ്പോൾ കാണാം. നമുക്ക് അവരെ കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോൾ പറയും എനിക്ക് പോകണം.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ കൊണ്ടുവന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഒഴിവാക്കി. അവരുടെ സ്വാതന്ത്ര്യം വിട്ട് നമ്മൾ ആരെയും കൂട്ടി വെച്ചിട്ടില്ല. ഈ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളെ അടച്ചു വെക്കില്ല, അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിടും. ഏകദേശം ഒരു 1 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇദ്ദേഹത്തിന്റെ പേര് പ്രശാന്ത് എന്നാണ് കേട്ടോ. അപ്പൊ പ്രശാന്ത് ഞങ്ങളുടെ അമ്മമാരുടെ അടുത്ത് എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ പലരും ഉണ്ട്. ഇപ്പം ജോലി ഇല്ലാത്തവരെ കണ്ടാൽ അയ്യോ ജോലിയൊന്നും ആയില്ലേ, വിവാഹപ്രായമായവരാണെങ്കിൽ അയ്യോ കല്യാണം ഒന്നും ആയില്ലേ, ഇനിയിപ്പൊ മക്കളില്ലാത്തവരാണെങ്കിൽ അയ്യോ മക്കളൊന്നും ആയില്ലേ, ആർക്കാണ് കുഴപ്പം, ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലേ. അപ്പൊ ഇവർക്കൊരു മനസ്സുഖമാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള 90% ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി അതാണ്. ഈ അമ്മമാരുടെ അടുത്ത് ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? എവിടാ വീടെന്ന് ചോദിച്ചാൽ അവർ ഒരുപക്ഷെ ഉത്തരം തന്നേക്കാം. എന്താണ് ഇവിടെ വരാനുള്ള കാരണമെന്ന് ചോദിക്കാൻ പറ്റുമോ? മക്കൾ ആരും ഇല്ലേന്ന് ചോദിക്കാൻ പറ്റുമോ? ഇനിയിപ്പം വിവാഹം കഴിയാത്തവർ അതിനകത്തുണ്ട്, എന്താണ് കല്യാണം ഒന്നും ആവാഞ്ഞെന്ന് ചോദിക്കാൻ പറ്റുമോ? വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവ് എന്തിയെന്ന് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ളവരുടെ എന്ത് ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്? അവരുടെ അടുത്ത് ചോദിക്കാൻ എനിക്കും ജോസാനും ഒരു ചോദ്യം ഉള്ളായിരുന്നു, നിങ്ങൾ ഇവിടെ ഹാപ്പി ആണോ, സമയത്ത് ഫുഡ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെയല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. വേറെ എന്തെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നല്ല വിശപ്പുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു. സാധാ ഊണായിരുന്നു കേട്ടോ, കഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട്. കുറേ ദിവസമായിട്ട് പറയുന്നു ബോട്ടിലെടുക്കണം എന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഇറങ്ങിയതല്ലേ, അപ്പോൾ അതുകൂടെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. മൂന്നോ നാലോ കുറ്റി 5 കുറ്റി കിടപ്പുണ്ട്. ഇതൊക്കെ ഒതുക്കമുള്ളടോ, പിന്നെ എല്ലാം തിരക്കി കൊണ്ടിട്ടാലും. പെട്രോൾ അടിക്കാൻ കുപ്പി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ജോസൻ എന്തെങ്കിലും ഓർമ്മ വരുന്നോ? കുപ്പിയിൽ പെട്രോൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ബോംബെയിൽ ഒരു പ്രാവശ്യം ഇവിടെ നാട്ടിലെ ഓർമ്മ വെച്ച് വലിയ കാര്യത്തിൽ കുപ്പിയും കൊണ്ട് പോയി ജോസൻ. മരോടിച്ച് വിട്ടു. ഞങ്ങളുടെ 2 വീലറിന് റോഡിലായിപ്പോയി പെട്രോൾ തീർന്നിട്ട്. നേരം അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു. അതിനുശേഷം ആലപ്പുഴയിൽ നിന്ന് കുണ്ടറ വഴി ഉമയനല്ലൂർ, അവിടെയാണ് നമ്മൾ ഈ അച്ചാറിനൊക്കെ ബോട്ടിൽ എടുക്കുന്നത്. അതിലും വലുത് ഉള്ളത് മാക്സിമം വലുത്. അല്ല ആ അടപ്പല്ല, ഇത്രയും വിസ്താരമെങ്കിലും വേണം. ആണോ? എനിക്ക് അത് നേരത്തെ നമുക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്നത് അങ്ങനെ അത്ര ഇതായിട്ട് തോന്നുന്നു. സെയിം അടപ്പ്. കരിപ്പൊട്ടി അതിനകത്ത് ഇറങ്ങുമോ? അല്ല, 1 കിലോയുടെ പാക്കറ്റ് എങ്ങനെ അത് ഇറങ്ങുന്നേ? ഇറങ്ങുമോ? ഇറങ്ങുമെങ്കിൽ ഓക്കെ, എനിക്കറിയില്ല. കഴിഞ്ഞ ബാച്ച് ബോട്ടിൽ എടുക്കാൻ ജോസ ഒറ്റയ്ക്കാണ് വന്നത്. അന്നേരെ പറയുന്നുണ്ട് നല്ല ജാറുകൾ ഇരിപ്പുണ്ട്, അതായത് ചില്ലിന്റെ നല്ല ക്വാളിറ്റി ഗ്ലാസിന്റെ ജാറുകളെ. അപ്പം ജോസന്റെ അടുത്ത് നോക്കി അങ്ങനെയാണെന്ന് വെച്ചാൽ മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കത്തില്ല, കാരണം നിനക്കല്ലേ അളവൊക്കെ അറിയാവുന്നേ. അപ്പൊ ആ നടുക്കിരിക്കുന്നത് എനിക്കൊരു 3-4 എണ്ണം വേണമായിരുന്നു. ആ ഏറ്റവും നീളമുള്ളത് ഞാൻ എടുത്തില്ല, കാരണം അത്രയും വലിപ്പമുള്ളത് എനിക്ക് വേണ്ട, അതെന്റെ അലമാരിക്കകത്ത് ഇരിക്കത്തില്ല. പക്ഷെ ആ നടുക്കിരിക്കുന്നത് എനിക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. മറ്റേ അതിനേക്കാൾ ചെറുത് രണ്ടെണ്ണം എടുത്തു. അതെനിക്ക് വെയിറ്റ് നോക്കിയിട്ട് അതിനകത്ത് എത്ര കിലോ കൊള്ളും എന്ന് അറിഞ്ഞിട്ട് ബാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് വലിയൊരു ഇതാണ് കേട്ടോ, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം, നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ പിന്നെ അവര് പറഞ്ഞു എന്തായാലും നോക്ക്, അതിന് ശേഷം ഓർഡർ തന്നാല് ജാറ് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ജാറിന് വേണ്ടിയാണ് ഞാൻ കൂടെ പോയത് തന്നെ. അപ്പൊ അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചില്ലേ വലിയ 2 ഭരണി ജാറുകൾ ഞാൻ യൂസ് ചെയ്യുന്നത്, അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് നല്ല ഗ്ലാസ് ആണ്, പൊട്ടത്തില്ല. കാരണം നോർമൽ കുപ്പി എന്റെ കയ്യിലുണ്ട് 2 കിലോ 3 കിലോ ഒക്കെ കൊള്ളുന്നത്, പക്ഷെ 1 മാസം പോലും നിന്നില്ല. അതിനു മുമ്പേ അത് പൊട്ടിപ്പോയി. അപ്പൊ അത്രയും വണ്ടിയിൽ കൊള്ളിക്കാമോ അത്രയും മേടിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ വന്ന വഴി ചായ കുടിക്കുന്ന ടൈമായി. എനിക്കത് നല്ല തലവേദന, രാവിലെ ഇറങ്ങിയതല്ലേ.
അപ്പൊ ഒരു ചായയും കുടിക്കാന്ന് വെച്ചാൽ ജോസാൻ അങ്ങനെ പഴംപൊരി, ഇപ്പൊ ന്യൂസ് പേപ്പറിൽ പഴംപൊരി തന്നതുകൊണ്ട് ആരും ഒന്നും പറയല്ലേ ഇത് ഹെൽത്തിന് നല്ലതല്ല, ഇപ്പൊ നമ്മുടെ കടക്കാരൊന്നും നമുക്ക് ടിഷ്യൂവോ അങ്ങനെയുള്ളതൊന്നും തരത്തില്ലല്ലോ. അപ്പൊ അവര് തന്നത് നമ്മൾ സ്വീകരിച്ചു. എനിക്കങ്ങനെ രാവിലെയും വൈകിട്ടും ചായ വേണം അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ തലവേദന എടുക്കുന്നു, നല്ല യാത്രാക്ഷീണവും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൂടെ ചായ വേണമെന്ന്, അങ്ങനെ മേടിച്ചതാ. വീഴല്ലേ, വണ്ടിയെ വീഴല്ലേ. നല്ല കടുപ്പം. ചൂട് പഴംപൊരി. കറുത്ത് പൊരിയേ ഉള്ളെന്ന് തോന്നുന്നു, അത്ര ചൂട്. കൊല്ലം അയത്തിൽ കണ്ണനല്ലൂർ വെളിച്ചിക്കാല അസീസിയ നെടുമങ്കാവ് ഓടനാവട്ടം അമ്പലപ്പുറം റെയിൽവേ സ്റ്റേഷൻ കൊട്ടാരക്കര മുഖത്തല കുണ്ടുമണി ടി ജംഗ്ഷൻ മെയ്യണ്ണൂർ വിളിയം മുട്ട്ര നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ. മുരഹര ബസ്, മുരഹര. ഒരു ദിവസം തീർന്നു. രാവിലെ ഇറങ്ങി കല്യാണ ഉറപ്പിന് പോയാലും 4 മണിയാവാറായി. ഉടനോട്ടം മാർക്കറ്റ് എത്തി. ഉടനോട്ടം ജംഗ്ഷൻ. ഇനി ഒരു 5 മിനിറ്റ് വീട്ടിലേക്ക്. അയ്യോ, ഒരു ദിവസം പോയി കിട്ടി. 4 മണി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഇതായി എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ തോന്നിയെങ്കിൽ അത് മാത്രമാണ് ഈ വീഡിയോയുടെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ. അപ്പം ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി എന്നൊന്നും പറയില്ല കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിന് വിഷമം തരുന്ന സംഭവങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ അമ്മമാരെയും ഒക്കെ അന്നേരം ഓർക്കും, നമ്മുടെ ബന്ധത്തിലുള്ള അമ്മമാരെയും ഓർക്കും. ആർക്കും ഇങ്ങനെയുള്ള അവസ്ഥയൊന്നും വരരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥ വരുന്ന അമ്മമാരെ സംരക്ഷിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളതും ഒരു അനുഗ്രഹമാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനമെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെയും ആശ്വസിക്കും. കഴിവതും നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കാൻ നോക്കുക. കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കി നമുക്കൊരു ജോലി കിട്ടുമ്പോൾ, അല്ലെ നമ്മുടെ വിവാഹമൊക്കെ കഴിയുമ്പോൾ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഒരു ബാധ്യതയായി തീരും. അതുമല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും വിദേശത്തൊക്കെ പോകുമ്പോൾ അമ്മമാരെയൊക്കെ ഒന്ന് നോക്കാൻ വരാൻ പോലും സമയം കിട്ടാതെയാകും. അങ്ങനെയുള്ള സാഹചര്യത്തിലും ധാരാളം പേരെ എനിക്കറിയാം. അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ, അങ്ങനെയൊന്നും പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല, എങ്കിലും ധാരാളം പേരെ എനിക്കറിയാം. വർഷങ്ങളായിട്ട് മാതാപിതാക്കളെ കാണാൻ വരാത്ത മക്കളെ എനിക്കറിയാം. അപ്പം അങ്ങനെയൊന്നും ഉള്ള സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് ധാരാളം പേര്, പലരും നമ്മളെ അറിയിക്കാതെ വീട്ടിൽ വരുന്നവരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും എങ്ങനെ വന്നു, വഴി അറിയാമായിരുന്നു? അപ്പൊ അവർ പറയുന്നത് ബെൻസി വീഡിയോയിൽ റോഡൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാമെന്ന്. കാണുമ്പോൾ അങ്ങനെ വരുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ വാതിക്കൽ എത്തി. ഏകദേശം 4:15 എത്തി കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ 4 മണിക്ക് നമ്മൾ കട തുറക്കാറുണ്ട്. ഉച്ചയ്ക്ക് ഇത്തിരി നേരം അടച്ചിടും, അതിനുശേഷം 4 മണിക്ക് കട തുറക്കേണ്ട സമയമാണ്. വന്നുടനെ ദിവസം കട തുറന്നു. ഞാൻ എന്റെ ജോലിക്കായിട്ട് വീണ്ടും അകത്തോട്ട് പോയി. അപ്പൊ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുവാണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.